എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് എനർജിയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല കേട്ടോ. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇത് വാട്സാപ്പ് നമ്പറാണ്. ഇതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് എന്നില്ലെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കും കേട്ടോ. അതെന്തെങ്കിലും ഒന്നും കൂടി നന്നായി നോക്കി തരും. അതാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഈ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന്റെ ഇപ്പം നോക്കാൻ പറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികൾ അതിലേക്ക് തിരിച്ചു വരുന്നു. ഒരു ദിവസം പുറത്തേക്ക് അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. അവരുടെ അവസ്ഥ എന്താണ്? സംശയത്തേക്ക് അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. അവരുടെ അവസ്ഥ എന്താണ്? സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. എൻ്റെ വ്യൂവേഴ്സിന്റെ അടുത്തേക്ക് അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. എൻ്റെ വ്യൂവേഴ്സിന്റെ അടുത്തേക്ക് അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. എൻ്റെ വ്യൂവേഴ്സിന്റെ അടുത്തേക്ക് അവർ സ്നേഹിക്കുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു. അവരുടെ അവസ്ഥ എന്താണ്? അപ്പൊ നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് സോർട്സ് ആണ്. 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, അങ്ങനെ
എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ട് അവർക്ക് എന്തെങ്കിലും പരിക്കേൽക്കാനായിട്ട് ഒരു സാധ്യത, ഒരു കെണിയിലകപ്പെട്ട പോലെയാണ് ഇപ്പൊ അവരുടെ അവസ്ഥ. അവരിപ്പോ നിങ്ങളെ ഇട്ടിട്ട് വേറെ എവിടെയെങ്കിലും വേറെ ഒരു വ്യക്തിയോട് പോയിട്ടുണ്ടെങ്കില്, വേറൊരു തേർഡ് പാർട്ടിയുടെ കൂടെയാണ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ അവര് വളരെ ദുഃഖത്തോടെയാണ്, അവര് ഭയങ്കര നാശകുഴപ്പമാണ്, അവര് വളരെ വേദനിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരു കെണിയിലകപ്പെട്ട പോലെയാണ്, അവർക്ക് ഒരു കുടുക്കിലാകപ്പെട്ട പോലെയാണ് അവര്. നിങ്ങൾ ഉപേക്ഷിച്ച് വേറെ വ്യക്തിയോട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അവരങ്ങനെ അവരെ വിഷമിച്ചാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. ഒരു കുടുക്കിലാകപ്പെട്ട പോലെയാണ്, അവർക്ക് ഒരു ഫ്രീഡം ഒന്നുമില്ല അവിടെ. എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിലാണ് അവര് അവിടെ നിൽക്കുന്നത്. ഒരുപാട് വെല്ലുവിളികളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ അവർക്ക് ശിക്ഷ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അർത്ഥം കേട്ടോ. ഇപ്പൊ ഒരു കുടുങ്ങി കിടക്കാണ്, ഒരു എന്താ പറയുക, തടവിലാക്കപ്പെട്ട പോലെയാണ് അവര് അവിടെ കഴിയുന്നത്, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആ വ്യക്തി. പിന്നെ അത് കുറച്ച് പേർക്ക് അങ്ങനെയുണ്ട്. പിന്നെ നോക്കാൻ നൈറ്റ് ഓഫ് വാണ്ടാണ് വന്നിരിക്കണത്. നൈറ്റ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോ നൈറ്റ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെന്റക്കലും വന്നുണ്ട്. അപ്പൊ നാരായണി ഒരു താമസ സ്ഥലം മാറുന്നതിനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയാ, പെട്ടെന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടെന്നാ പറയുമ്പോ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ്. ഇപ്പം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കില് അവിടെ നിന്ന് എന്തായാലും മാറി വരും തന്നെയാണ് പറയുന്നത് കേട്ടോ. ഒരു തീരുമാനം എടുത്തിട്ട് അവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് പോരാനുള്ളൊരു തീരുമാനമാണ്. അപ്പൊ ഇപ്പൊ അവിടെ ആകെ ഒരു ഇടുങ്ങിയ ചുറ്റുപാടിലാണ് നിൽക്കുന്നത്, ആകെ ഒരു ഫ്രീഡം ഇല്ലാത്ത പോലെയാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. നിങ്ങളെ ഇട്ടേച്ച് പോയിട്ട് അവിടെ ഒരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, ഒരു കുടുക്കിലായപ്പെട്ട പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടി ഫ്രീഡം കിട്ടി അവിടെ നിന്ന് പുറത്തേക്ക് വന്നാൽ മതി എന്നാണല്ലോ ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പൊ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഇപ്പൊ അവര് പറയുന്നത്. ഇനി അവർക്ക് ഫ്രീഡം കിട്ടും, അവിടെ നിന്ന് വിട്ട് പോന്നാലേ അവർക്കൊരു ഫ്രീഡം കിട്ടുള്ളൂ. ഇനിയാണ് അവിടെ നിന്ന് ഇട്ട് പോന്നാലേ അവർക്ക് പുതിയ സന്തോഷവും എല്ലാ കാര്യങ്ങളും അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. നല്ല വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരാളാണ്. സ്വന്തം കഴിവൊക്കെ അനുസരിച്ചിട്ട് നല്ല കുതിച്ചു ചാടുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ നന്നായിട്ട് അവിടെ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടെ നന്നായി കിട്ടിയിട്ടുണ്ട്. നല്ല ബുദ്ധിയുള്ള ആളൊക്കെയാണ്. നല്ല പുതിയ ആശയങ്ങളൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആള് കുഴപ്പമില്ല, ആള് ഇത്തിരി വിശ്വസിക്കാവുന്ന നല്ല ബുദ്ധിയൊക്കെ നല്ല വെളിമയൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. എന്ത് ചെയ്യണമെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ പുറകിൽ ഒരാള് നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യവും ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രകൃതിയോടും മൃഗങ്ങളെയൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഫോർ ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇത്തിരി സമാധാനവും സംതൃപ്തിയിലൊക്കെ അവിടെ നിന്ന് ഇട്ടിട്ട് പോന്നാലേ ഇത്തിരി സമാധാനം സംതൃപ്തിയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് വേറൊരു കക്ഷിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ശരിക്കും അനുഭവിച്ചിട്ടാണ് വരുന്നത്. ഇനിയിപ്പോ അവിടുന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്ത് വന്നാൽ ഇത്തിരി സമാധാനം സംതൃപ്തിയൊക്കെ കിട്ടുള്ളൂ. ഇനി എന്തായാലും അതൊക്കെ ലഭിക്കാൻ പോകണം. അവിടെ നിന്ന് വിട്ടിട്ട് പോരാനുള്ള തീരുമാനം എടുക്കാൻ പോവാണ്. ഇനി അവിടെ നിന്ന് വിട്ടിട്ട് പോരുമ്പോ ഒരു സമാധാന സംതൃപ്തിയൊക്കെ ആളുടെ ജീവിതത്തിലേക്ക് വരും, നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്ത ജോലിക്കൊക്കെ അഭിനന്ദനം ലഭിക്കുന്നു എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യുന്നത് അതിനൊക്കെ ഫലം കിട്ടും എന്നാണ് പറയണത്. അവിടുന്ന് ഇപ്പൊ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ചിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് വിവാഹമൊക്കെ നടക്കാൻ പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് തന്നെയാണ് ആ വ്യക്തി വരുന്നത്, റീയൂണിയൻ പറയണത്. ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ സക്സസും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സെലിബ്രേഷനും ഒക്കെയാണ് നടക്കാൻ പോകുന്നത്. ലൈഫിൽ ഒരു നല്ലൊരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നെന്നാ പറയണേ. അപ്പൊ അവിടുന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്.
നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേ ഒരു ഫ്രീഡം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ സമാധാനം സംതൃപ്തി എല്ലാം കിട്ടുള്ളൂ ഈ കക്ഷിക്ക്. അവിടുന്ന് അത്രയും അനുഭവിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. പിന്നെന്താ, ഇനിയും അവിടുന്ന് വന്നിട്ട് നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യാനോ നിങ്ങളെ മാരേജ് ചെയ്യാനൊക്കെയാണ് അതിനുള്ള സമയമായി എന്നാണ് പറയണത്. ആശയങ്ങൾ, പുതിയ പുതിയ ഓഫറുകളും അവസരങ്ങളും ഒക്കെ വരുന്നെന്നാണ് പറഞ്ഞ വ്യക്തിയിലേക്ക്. ഇല്ല, കലാപരമായ കഴിവുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. വളരെ സൗഹാർദ്ദപരമായൊക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. നല്ല ബുദ്ധിയുള്ള ഒരാളാണ്, ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ളൊരു ആളാണെന്നാണ് പറയുന്നത്. പിന്നെ 6 ഓഫ് പെന്റക്കൽസ് വന്ന് നെക്സ്റ്റ്, അത് 6 ഓഫ് പെന്റക്കൽസ് ആണ് വന്നത്. 6 ഓഫ് പെന്റക്കൽസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ഉദാരമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള മനോവീര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവരെന്തിനു വേണ്ടിയാണോ ബുദ്ധിമുട്ടിയത്, എന്തിനാണ് അധ്വാനത്തിന്റെ ഫലമൊക്കെ ലഭിക്കാൻ പോകണമെന്നാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് പൈസയൊക്കെ അവിടെ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ കിട്ടും കേട്ടോ, അതാണ് പറഞ്ഞത്. ജോലി ചെയ്തിട്ട് പൈസ തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ പൈസ കിട്ടാനോ ഒക്കെ ഒരു സാധ്യതയാണ്. ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാവാൻ പോകണമോ, ഇനി ബിസിനസ്സിലായാലും നല്ല നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോണത്. സമ്മാനങ്ങൾ ലഭിക്കുക, മറ്റുള്ളവരുടെ ധൈര്യത്തിന് ഔദാര്യമൊക്കെ ഉള്ള ഒരാളാണ്. എല്ലാ സഹായങ്ങളും ഇനി ലഭിക്കുന്നു എന്നാണ് പറയണത്. മറ്റുള്ളവരൊക്കെ ഇഷ്ടംപോലെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്നേഹം, നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമായിരിക്കും കേട്ടോ. ഇപ്പൊ അവിടെ പോയിട്ട് അവിടുന്ന് അന്തസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമായിരിക്കും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഇനി ഒരു സ്റ്റാർ ആവാൻ പോണെന്നാണ്, അല്ല ഇനി വേൾഡ് കാർഡാണ് ഇത്. ജീവിതത്തില് വിജയം എല്ലാം നേട്ടമൊക്കെ ഉണ്ടാവാൻ പോണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് വിട്ടിട്ട് പോന്നാല് ഇതെല്ലാം ഉള്ളൂ. ഇപ്പൊ അവിടെ ഇടുങ്ങിയ കിടക്കാണ്, അവിടെ ഒരു ഇടുങ്ങിയ ചുറ്റുപാടിലാണ്. ഇനി അവിടുന്ന് ഫ്രീ ആയിട്ട് അവിടുന്ന് വിട്ടിട്ട് പോരുമ്പോ ഇതെല്ലാം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരും. അപ്പൊ നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇത് വിജയത്തിന്റെ നേട്ടത്തിന്റെയും കാർഡാണത്. ഇത് ജീവിതത്തിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ള അതിന്റെയൊക്കെ അവസാനമായി. ആ ബുദ്ധിമുട്ടുകളും കുറെ ദുരിതങ്ങളൊക്കെ അവിടെ പോയിട്ട് അനുഭവിച്ചു, അതൊക്കെ കഴിഞ്ഞു. ഇനി നല്ലൊരു കാലാണ് ഇനി വരാൻ പോണത്. അപ്പൊ ഇനി നല്ലൊരു തുടക്കാണ്. വിദേശത്തൊക്കെ പോവാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. വസ്തു വാങ്ങിക്കാനോ വിൽക്കാനോ അല്ലെങ്കിൽ വീട് വയ്ക്കാനോ അങ്ങനൊക്കെ ഉള്ളൊരു ചിന്തിക്കുന്നവർക്ക് അതും നടക്കാനായിട്ടൊരു സാധ്യതയാണ്. ഇപ്പൊ ഇനി അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മറ്റേ ആ വ്യക്തിയുടെ നിങ്ങളിലേക്ക് തന്നെ വരാൻ പോണ റീയൂണിയൻ പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽ വളരെ സ്നേഹമായിരിക്കും, പരിശുദ്ധമായ സ്നേഹമാണെന്നാണ് പറയണത്. നല്ല ആഴത്തിലുള്ള സ്നേഹമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ജഡ്ജ്മെന്റ്, അതും വളരെ നല്ലൊരു കാർഡാണ്. നിങ്ങളെ എന്തിനു വേണ്ടിയാണോ നിങ്ങള് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ ഈ നിങ്ങളുടെ വ്യക്തിയും അവിടെ പോയിട്ട് അവിടെ ഒരു സമാധാനം സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോരാനായിട്ട് നോക്കിയിരിക്കായിരുന്നു. അവിടെ നിന്ന് കിട്ടേണ്ടതൊക്കെ കണക്കിന് കിട്ടി. അപ്പൊ അവിടെ ഒരു സ്വസ്ഥതയില്ല. അവിടുന്ന് എങ്ങനെയും പോന്ന് നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ പ്രാർത്ഥിക്കാണ് അവിടുന്ന് എങ്ങനെയും പോരാനായിട്ട്. അപ്പൊ ഒരു എന്തിനു വേണ്ടി ഒരു ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു ശക്തി നിങ്ങൾക്ക് നല്ല വഴിയിൽ കാണിച്ചു തരാനായിട്ട് ഒപ്പം ഉണ്ടെന്നാണ് പറയണത് കേട്ടോ. ഇത് ജീവിതത്തിന്റെ ആ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ തീർന്നു. ഇനി നല്ലൊരു കാലഘട്ടമാണ് വരുന്നത്. ലൈഫിന്റെ ഒരു പഴയ കാലഘട്ടം അവസാനിച്ചു. ഇനി നല്ലൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു പുതിയൊരു വഴി തുറക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ആ വ്യക്തിക്ക് ചോയ്സസ് ഉണ്ടായിരുന്നു. ജോലിയിലായാലും ഇപ്പൊ അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും ചോയ്സ് ഉണ്ടാവും. നിങ്ങളെ വിട്ടിട്ടല്ലേ വേറെ പോയതല്ലേ. അപ്പൊ അങ്ങനെ ഒരു കുറച്ചു പേർക്ക് അങ്ങനെയുണ്ട്. അവര് എന്ത് ചെയ്യണം, അവിടുന്ന് വിട്ടു പോരണമെന്നുണ്ട്, വിട്ടു പോരാൻ പറ്റുന്നില്ല. അപ്പൊ വിട്ടു പോരണമെന്നുണ്ട്. അപ്പൊ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. അവിടുന്ന് എന്തായാലും വിട്ടു പോരും. നിങ്ങളുടെ അടുത്ത് എത്തിയാൽ തന്നെ ഒരു അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുള്ളൂ. നിങ്ങളിലേക്ക് വന്നാൽ തന്നെ അത് വരുന്നതിന് പറഞ്ഞ ആ തേർഡ് പാർട്ടിനെ വിട്ടു പോരും. ആ തേർഡ് പാർട്ടി അവിടെ നിന്നിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ട് ശരിക്കും അനുഭവിച്ചു. ഇനി അവിടെ നിന്ന് അവരെ തേർഡ് പാർട്ടിനെ വിട്ട് നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നാണ് പറയണത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവർക്ക് സമാധാനം സ്വസ്ഥതയും എല്ലാം
ഉണ്ടാവുള്ളൂ. ആ തേർഡ് പാർട്ടി കാരണം കൊണ്ട് ഒരുപാട് പ്രയാസപ്പെട്ടു. പിന്നെ എന്താണ് ഇനി 3 of Wands, അതും ഇനിയും പുതിയ എന്തെങ്കിലുമൊക്കെ തിരിച്ചു വന്നിട്ട് നിങ്ങളിലേക്ക് തന്നെയാണ് ആ വ്യക്തി വരുന്നത്. തേർഡ് പാർട്ടി ഉണ്ടായിട്ട് അങ്ങോട്ട് പോയതാണ്. അതുകൊണ്ട് കുറെ വിഷമം അനുഭവിച്ചു. ഇനി നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് കേട്ടോ. ഇനി നല്ല സക്സസും നിങ്ങളുടെ ജീവിതത്തിൽ വൻ വിജയമൊക്കെയാണ് വരാൻ പോകുന്നത്. എല്ലാ കാര്യത്തിലും ഇനി സക്സസ് ആണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുക. ആ തേർഡ് പാർട്ടിനെ എന്തെങ്കിലും ആ തേർഡ് പാർട്ടി വന്നുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടി ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആയി നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ട് ഇരുന്നു. ഇനി എന്തായാലും നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഡെത്ത് അതാണ്, അതും എന്താ നല്ലൊരു ഇതാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ന്യൂ ബിഗിനിങ് പറയുന്നു. അപ്പൊ അവരവിടുന്ന് തിരിച്ചു വരാൻ തന്നെയാണ് പോകുന്നത്. അവിടുന്ന് ആ തേർഡ് പാർട്ടിനെ വിട്ട് നിങ്ങളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. ന്യൂ ലൈഫ് വരുന്നു. ലൈഫില് പുതിയ ഐഡിയാസും ചേഞ്ചസും ഒക്കെ വരുന്നു. പുതിയ ഒരു ലൈഫ് തന്നെ വരുന്നു എന്നാണ് പറഞ്ഞത്. റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം വരുന്നു എന്നാണ് പറയണത്. പിന്നെ 5 of Pentacles ആണ് പിന്നെ വന്നത്. അത് സാമ്പത്തികമായി ഇപ്പൊ അവിടെ പോയിട്ട് എന്തായാലും ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ദാരിദ്ര്യം, രോഗം, ഗുരുതരമായ രോഗം വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് റെസ്റ്റ് എടുക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, അപമാനിക്കപ്പെട്ടു, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ഫേസ് ചെയ്യേണ്ട അവസ്ഥയിലൂടെ കടന്നുപോയി. എല്ലാ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. സാമ്പത്തികമായി വൈകാരിക സുരക്ഷിതത്വം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, സാമ്പത്തിക നഷ്ടം, വീട് എല്ലാം നഷ്ടപ്പെടുക, ദാരിദ്ര്യം അനുഭവിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവര് തമ്മിൽ തേർഡ് പാർട്ടിയായിട്ട് ഒരു സുഖമില്ല. അവിടെ നിന്ന് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് വന്നാലേ ഇനിയൊരു സമാധാനവും സ്വസ്ഥതയും ആ വ്യക്തിക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എല്ലാവർക്കും നമസ്കാരം.